നല്ല ചിക്കനും ചപ്പാത്തിയൊക്കെ അവിടെ. വേണമെങ്കിൽ ഒന്ന് പോയി നോക്ക്. ഞാൻ നല്ല കൊള്ളാവുന്ന കുടുംബത്തിലെയാ. ജയിലിൽ പോകേണ്ട ആവശ്യമൊന്നും എനിക്ക് വരില്ല. മൈനെ, ഞാനിപ്പോ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാ നീ എന്ത് ചെയ്യും? പിന്നെ ഉപദ്രവിക്കും. കിട്ടുന്നിടത്ത് ഞാൻ തലക്കടിക്കും. ഇത്രയുള്ളൂ മൈനെ ജീവിതം. ആ ഒരു അടിയിൽ ഞാൻ മരിച്ചു പോയാ നീ കൊലപാതകയായി, പിന്നെ ജയിൽ പുള്ളിയായി മാറും. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല മൈനെ. ഒരു കുഴപ്പമില്ല അല്ലേ മോളെ? ഇല്ല, ഈസ് ഓൾ റൈറ്റ്. എന്നാലും കുറച്ചു ദിവസത്തേക്ക് ശ്രദ്ധിക്കണം. ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കരുത്. ഏയ്, അല്ലെങ്കിലും അങ്ങനെയുള്ള ജോലിയൊന്നും ഇവൻ ചെയ്യാറില്ലല്ലോ. ആ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന്. ആ, 11 മണിക്ക് ഡോക്ടർ ശരത്ത് വരും. ഒരു ചെക്കപ്പും കൂടി കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ. ഒളിവിൽ താമസിക്കുമ്പോഴും ഇതെല്ലാം അവൻ അറിയുന്നുണ്ട്. അവനെ ആരോ സഹായിക്കുന്നുണ്ട്. എന്റെ ഈ കൺവെട്ടത്തുണ്ട് ഗൗരി, അവനും അവനെ സഹായിക്കുന്നവരും. പക്ഷേ എങ്ങനെയാണെന്നോ ആരാണെന്നോ ഒരു സൂചനയുമില്ല. സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വന്ന അഡ്വക്കേറ്റിനോട് ചോദിച്ചില്ലേ? CA ചോദിച്ചു, പക്ഷേ അവരൊന്നും വിട്ടുപറയുന്നില്ല. ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് പോലീസുകാരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കണക്കിന് പോയാ ഈ കേസിന്റെ അന്വേഷണ ചുമതല വരെ മാറും. വേണുഗോപന് നമ്മൾ കല്യാണം നടത്തി കൊടുക്കുമെന്നൊരു പേടിയുണ്ട്. അയാൾക്ക് കേസുമായി മുന്നോട്ട് പോകാനും താല്പര്യമില്ല. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഈ കേസും കോടതിയും ഒക്കെ ഒരു തടസ്സമാവില്ലേ ഹരി? വേണു ഇപ്പോഴും പറയുന്നത് കുത്തിയ ആൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണെന്നാ. മാനസിക ഇഷ്ടപ്പെട്ട ചെറുക്കനല്ലേ, ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് വെച്ച് ആ ഇഷ്ടമില്ലാതാവൂ? ഹരി, കാര്യം നമ്മള് ക്ഷണക്കത്ത് വരെ അടിച്ചു വെച്ചതാ. എല്ലാവരും വിളിച്ചും കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി അന്വേഷിക്കുന്നത് നല്ലതാ. ഇയാളെ എങ്ങോട്ടെന്ന് വെച്ചാൽ മാറ്റിക്കോ. ഏട്ടനും ഏട്ടത്തെയും കൂടെ മുറിയിലേക്ക് വരൂ ഇപ്പോ. ഈശ്വര, എങ്ങോട്ടേക്ക് മാറ്റ സിദ്ധാർത്ഥനെ? ഇറക്കി വിട് മാനസേ, എവിടെയെങ്കിലും പോട്ടെ. എനിക്കേ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ നടതള്ളി ഇറക്കി വിട്ടാ പേടിക്കില്ല ഞാൻ. ഒളിച്ച് താമസിക്കുക, എന്നിട്ട് അഹങ്കാരം കണ്ടോ? തൽക്കാലം സിദ്ധാർത്ഥനെ നിന്റെ മുറിയിൽ താമസിപ്പിക്കോ? അയ്യടാ, എന്റെ മുറിയിലേക്കൊന്നും മാറ്റണ്ട. കുറച്ചു സമയത്തേക്ക് മതിയുടെ പെണ്ണെ. ഏട്ടനും ഏട്ടത്തെയും പോയി കഴിയുമ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. ഇത് വലിയ കഷ്ടമായല്ലോ. അതെ, ആ കുട്ടിക്ക് സമ്മതമല്ലേ ഞാൻ ടെറസിലെങ്ങാനും പോയി കിടന്നോളാം. സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞു. സഹിക്കുവാ ഇവള് പറഞ്ഞോണ്ട്. എന്നെ സമ്മതിക്കണം. ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോ മൈനയുടെ മുഖം വല്ലാതെ വൃത്തികേടാ. സത്യം പറഞ്ഞ ഈ പരിണാമ സിദ്ധാന്തമൊക്കെ ഓർമ്മ, ആദിമ മനുഷ്യരിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലെ. കൊരങ്ങിലേക്ക് അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. പറയണ്ടല്ലോ. പരിണാമ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞാ എനിക്ക് മനസ്സിലാവും. മാനസയ്ക്ക് ചിന്തിക്കാനും തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടല്ലോ. എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പിന്നീട് അബദ്ധമായി പോയിന്ന് തോന്നാതിരുന്നാ മതി. ഇല്ല, ഒരബദ്ധവും പറ്റില്ല എനിക്ക്. കോൺഫിഡൻസ് ആവാം, ഇത് ഓവർ കോൺഫിഡൻസ് ആ ഹരി. നീ എല്ലാം നെഗറ്റീവായി കാണുന്നോണ്ടാ. കല്യാണത്തിന് സമ്മതിച്ചു. ആരുമായിട്ട്? വേണുഗോപനുമായിട്ട്. മനസ്സേ, നീ ഇതെന്ത് ഭാവിച്ച? എല്ലാം അറിയാവുന്നല്ലേ നിനക്ക്? അതെ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സമ്മതിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് കല്യാണം നീട്ടിവെക്കാൻ. ഒന്നും പറയാൻ തോന്നിയില്ല, ഞാനങ്ങ് സമ്മതിച്ചു.